ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാനസിക വൈകല്യമുള്ള കാശ്മീരി യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ. തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ കശ്മീർ പോലീസും ബന്ധുവും എത്തി തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോയി. മുഷ്താഖ് അഹമ്മദ് പണ്ഡിറ്റ് എന്ന 45 വയസ്സുള്ള ബിലാൽ പണ്ഡിറ്റിനെയാണ് കഴിഞ്ഞ 21-ന് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയത്. ഭക്തർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിലാക്കി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇയാൾ മാനസിക രോഗിയാണെന്നും ഇയാളെ കാണാനില്ലെന്ന ബന്ധുക്കൾ നൌക പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ടെമ്പിൾ പോലീസ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഇയാളെ പടിഞ്ഞാറേക്കോട്ടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. നൌകാം SI രവീന്ദർ സിംഗ്, മുസ്താഖിന്റെ അച്ഛന്റെ സഹോദരന്റെ മകൻ ഷെബീർ അഹമ്മദ് പണ്ഡിറ്റ് എന്നിവരാണ് ഗുരുവായൂരിലെത്തിയത്. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഗുരുവായൂർ ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ എന്നിവർ ഇവരുമായി സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗുരുവായൂരിൽ തീവ്രവാദി എത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും കശ്മീർ പോലീസുമായും ബന്ധപ്പെട്ടതിൽ നിന്നും തീവ്രവാദ ബന്ധമൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ ആവശ്യം മുഴുവൻ കൂടെ ഇവിടുത്തെ കമ്മീഷണറും DIG അദ്ദേഹം ഉണ്ട്. അവർ they will take a call on it in case of any requirement. They will definitely take a call. As on today, the proper security arrangements are in place. In case of any requirement, we will definitely review the requirement based on the requirement. ഭഗവാന്റെ നല്ല ദർശനം സഹായിച്ചിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് പോലീസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഉറപ്പുവരുത്തണമെന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ കുപ്വാര സ്വദേശിയായ മുസ്താഖ് വൈദ്യുതി വിഭാഗം ജീവനക്കാരനായിരുന്നു. അഹിതബദ്ധമുണ്ടെന്ന സംശയത്തിൽ ഇയാൾ 2011-ൽ ഭാര്യയെ കൊല്ലുകയും 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇതിനുശേഷം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച ഇയാൾ രാജ്യം മുഴുവൻ കറങ്ങി നടക്കുകയായിരുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങുന്ന ഇയാൾ മലപ്പുറം ജില്ലയിലെ ഷഹബാസ് ഷെരീഫ് ദർഗയിൽ നിന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത്. മാർച്ച് 19 വരെ ഇയാൾ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് വിവരമൊന്നുമില്ലാത്തതിനെ തുടർന്നാണ് നൌകാം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഗുരുവായൂരിൽ തീവ്രവാദി എത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ വലിയ തരത്തിലുള്ള ആശങ്കകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി യാതൊരു തരത്തിലുള്ള ആശങ്കകൾക്കും ഇടയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുസ്താഖിനെ ബന്ധുക്കൾക്ക് കൈമാറുന്നതെന്നും ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാട്ടൂർ പറഞ്ഞു. നൌഗാമിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനിലെ SI PSI രവീന്ദർ എന്ന് പറയുന്ന SI നേരിട്ട് നമ്മുടെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അവിടുത്തെ DSPയുമായിട്ട് നേരിട്ട് സംസാരിച്ചു. ഈ പോലീസ് ഓഫീസർ അവരെ നാട്ടിലൊക്കെ അന്വേഷിച്ചിട്ട് ഇയാൾ എന്തെങ്കിലും തരത്തിലുള്ള ടെററിസ്റ്റോ മറ്റെന്തെങ്കിലും ഒരു തെറ്റായ ഭീകര ആക്ടിവിറ്റിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്നും ഒരു മാനസിക രോഗിയായിട്ട് അലഞ്ഞിരിക്കുന്ന ആളാണെന്നും ആണ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വരെ പൂർണ്ണമായിട്ട് നമ്മളവരെ ഗ്രാമത്തിലും അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ബന്ധുക്കളോടും എല്ലാം അന്വേഷിച്ചതിൽ യാതൊരുവിധ അപകടകരമായ ഒരു സാഹചര്യവും ഇതിൻ്റെ പിന്നിലില്ല എന്ന് വെളിവായിട്ടുണ്ട്.